ഈ സ്റ്റഫ്ഡ് ബ്രെഡ് ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഇത്രയും സോഫ്റ്റും ടേസ്റ്റിയുമായ ബ്രെഡ് വീട്ടിലുണ്ടാക്കാൻ ഇത്ര എളുപ്പമാണെന്ന് പലർക്കും അറിയില്ല. ആദ്യം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചൂട് പാലെടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഇതൊരു 15 മിനിറ്റ് മൂടി വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും, ഇതുപോലെ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ മിൽക്ക് പൗഡറും 3/4 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇവിടെയാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റ്. മാവ് ഒട്ടുന്നത് പോലെ തോന്നിയാൽ ഉടനെ മൈദയോ വെള്ളമോ ഒക്കെ ചേർക്കും. അതിന് പകരം കയ്യിലും കൗണ്ടർ ടോപ്പിലും കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഇതുപോലെ നന്നായി വലിച്ചു മടക്കിയൊക്കെ കുഴച്ചെടുത്താൽ മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് കുഴയ്ക്കുക തന്നെ വേണേ. 10 മിനിറ്റ് തന്നെ കുഴയ്ക്കണം. കാരണം നമ്മൾ എത്ര കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് കിട്ടുമേ. ഇതിങ്ങനെ കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് ഫില്ലിംഗ് ഉണ്ടാക്കണ്ടേ. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ സവോള വഴറ്റിയെടുക്കാം. കൊത്തിയരിഞ്ഞ സവോളയാണ് നമ്മൾ വഴറ്റുന്നത്. ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഹൈലൈറ്റ്. കാരണം ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ ബ്രെഡിൻ്റെ കൂടെ ഈ ഫില്ലിങ്ങും കൂടെ വന്നു കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. സവോള നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി നല്ലൊരു മണം വരുന്ന സമയത്ത് ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കാവേ. ഇത് വേവിച്ച ചിക്കനാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ചിക്കൻ വേവിച്ചിട്ട് മിക്സിയിൽ നിന്ന് അടിച്ച് എടുത്തതാണിത് കേട്ടോ. അതും കൂടെ നമുക്കിത് ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അവസാനം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. പരത്തിയെടുത്ത മാവിലേക്ക് നമ്മുടെ ഫില്ലിങ് ഒരു വശത്തേക്ക് വെച്ചിട്ട് മറ്റേ വശത്ത് നമ്മൾ ചെറിയ വരകളിടുവാണ് ഇതുപോലെ. ഇനിയൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായൊരു ഷേപ്പ് കിട്ടും നമുക്ക്. ഞാൻ വേറൊരു ഷേപ്പും കൂടെ കാണിച്ചു തരാതെ. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടമെന്ന് പറയണേ. നേരത്തെ നമ്മൾ ഫില്ലിങ് വെച്ചത് പരത്തിയ മാവിൻ്റെ ഒരു സൈഡിലേക്കായിരുന്നു. ഇത് നമ്മൾ സെൻറ്ററിൽ വെക്കണം. ഫില്ലിങ് സെൻറ്ററിൽ വെച്ചിട്ട് ചുറ്റിനും കത്തി വെച്ച് വരകളിടുവാണേ. വരകളെത്തിയതിന് ശേഷം നമ്മളിത് 2 സൈഡിലേക്ക് ഇതുപോലെ പിന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓരോ ഇതളുകളും എടുത്ത് വെച്ചാൽ മതി. കണ്ടോ, ഇപ്പോൾ രണ്ടും തമ്മിലുള്ള ഷേപ്പ് വ്യത്യാസം കണ്ടോ? രണ്ടും 2 ഷേപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം കേട്ടോ. ഇനി നമുക്കിത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഓവന് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് വെക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മതി. 30 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കൂ, ഇതുപോലെ നമുക്ക് ഇത് നല്ല ഗോൾഡൻ നിറത്തിൽ കിട്ടും. ഒരു കാര്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. നമുക്കിതിങ്ങനെ ഗോൾഡൻ കളർ കിട്ടുന്നത് ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പുറത്തോടെ കുറച്ച് മുട്ട തടവി കൊടുക്കും. അതാണ് കേട്ടോ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഗോൾഡൻ കളർ കിട്ടുന്നതും ഇത്രയും തിളക്കം കിട്ടുന്നതും. ഇതൊരിക്കൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ അത് ബേക്കറിയിൽ നിന്ന് വാങ്ങാനേ തോന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയുള്ള എളുപ്പമുള്ളതും രുചികരവുമായിട്ടുള്ള റെസിപ്പികൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയൂ. ഇനി വരുന്ന റെസിപ്പികൾ മിസ്സാകാതിരിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. താങ്ക് യു.